أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بكلمات الله التامات من شر ما خلق وذرأ وبرأ. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ബഹുമാന്യരായ ഇവിടെ മജ്‌ലിസുൻ നൂറിനും ഇവിടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട യമാനി ഉസ്താദ്, സ്ഥാപനത്തിന്റെ ഏറെ ബഹുമാന്യരായ കമ്മിറ്റി ഭാരവാഹികൾ, ഈ അനുഗ്രഹീത മജ്‌ലിസിൽ, ഈ പരിശുദ്ധ ഖുർആന്റെ മജ്‌ലിസിൽ പ്രതീക്ഷയോടെ എത്തിച്ചേർന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേറെ ഉപകാരപ്പെടുന്ന വലിയൊരു ഇബാദത്തിലായി ഈ മജ്‌ലിസിനെ അവൻ ഖബൂലാക്കട്ടെ. എത്തിച്ചേർന്ന എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമളാൻ വെളിപ്പാടകലെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്നത്തെ മജ്‌ലിസ്. അഥവാ വരുന്ന ശനിയാഴ്ച 1-ാം തീയതി മാസം കാണുകയാണെങ്കിൽ വരുന്ന ഈ ദിവസം ഞായറാഴ്ച റമളാൻ 1 അതായത് ഈ ഫെബ്രുവരി 28 ഉള്ളൂ. അവ മാർച്ച് 1 ശഅബാൻ 29 അന്ന് രാത്രി മാസം കാണാൻ സാധ്യതയുണ്ട്. അന്ന് മാസം കണ്ടാൽ വരുന്ന ഈ ദിവസം ഞായറാഴ്ച എന്തായിരിക്കും? നോമ്പായിരിക്കും. അല്ലെങ്കിൽ ഉറപ്പ് പിറ്റേന്ന് തിങ്കളാഴ്ച എന്തായാലും നോമ്പായിരിക്കും. അല്ലാഹു ആ അതിഥിയെ ഏറ്റവും മാന്യമായി സൽക്കരിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മിലേക്ക് കൊല്ലത്തിൽ ഒരു തവണ കടന്നു വരുന്ന വലിയ പരിഗണന നമ്മൾ കൊടുക്കേണ്ട അതിഥിയാണ് പരിശുദ്ധ റമളാൻ. അതിഥിയുടെ ആ മഹത്വത്തിനനുസരിച്ച് അതിഥിയെ സൽക്കരിക്കാനും പരിഗണിക്കാനും നമുക്ക് സാധിക്കണം. മാത്രല്ല, റജബ് മുതൽ തുടങ്ങിയിട്ടുണ്ട്. റമളാനെ എത്തിക്കണേ അല്ല പറയാൻ തുടങ്ങിയിട്ട് കുറേയായി. എത്തിക്കഴിഞ്ഞാൽ പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. നന്നായി പരിഗണിക്കണം. അതിന് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടാവണം. വ്യവസ്ഥാപിതമായി ഇപ്പോൾ തന്നെ നിയ്യത്ത് ചെയ്യണമല്ലാ, ഈ കൊല്ലത്തെ എന്റെ റമളാൻ എങ്ങനെയൊക്കെയാവണം. ഒരു ഫർദ് നിസ്കാരം പോലും നഷ്ടപ്പെടാതെ, അഥവാ എല്ലാം കൃത്യമായി അതായി നിസ്കരിച്ചുകൊണ്ട് നിർബന്ധമായ നോമ്പ് ഒന്നുപോലും നഷ്ടപ്പെടാതെ ദിവസത്തിൽ ഇത്ര സമയം അല്ലാഹുവിന്റെ കലാമിന് വേണ്ടി നീക്കിവെച്ചുകൊണ്ട് ആ റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും ഇത്ഖിന്റെയും 10 ഓരോ 10ലും അതിനായി പ്രത്യേകം സമയം നീക്കിവെച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്ലാനിങ്ങോടുകൂടെ ഇൻഷാ അല്ലാഹ് ഈ റമളാനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൽമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമ് സന്ദർഭത്തിനനുസരിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഇൽമാൻ. അങ്ങനെയാണ് അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ.
വിജ്ഞാനത്തിലെ ഏറ്റവും അഫ്ളലായ വിജ്ഞാനം അത് സന്ദർഭത്തിനനുസരിച്ചുള്ള വിജ്ഞാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏതൊരു റമദാൻ കടന്നു വരുമ്പോഴും ഷഅബാന്റെ അവസാനത്തിൽ നോമ്പിനെ കുറിച്ച് നന്നായി ഒന്ന് പറഞ്ഞു കൊടുക്കും സഹാബത്തുൽ കിറാമിന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങട്ട് കേട്ടിട്ട് അവര് പ്രതിജ്ഞയെടുക്കും, ആ നോമ്പ് ഒരു നിലയിലും അതിന്റെ ആ മാന്യതയോട് ചേരാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ ഉണ്ടാകാത്ത വിധം അതിന് അങ്ങേയറ്റം നല്ല നിലയിൽ ഉപയോഗപ്പെടുത്താൻ അവർ പ്രതിജ്ഞ എടുക്കും. ആ ഒരു പ്രതിജ്ഞയോടുകൂടെ വേണം റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എല്ലാരും നല്ല ഉഷാറിലല്ലേ? കുറെ നേരം അങ്ങനെ ഇരുന്നിട്ട് യാസീനെ കോതി ഒരുപാട് ഇഖ്ലാസ് കോതിരിക്കുന്നു. ഒന്ന് എഴുന്നേറ്റൊരു 3 സ്വലാത്ത് ചൊല്ലി എന്നിട്ട് ഇൻഷാ അല്ലാഹ് റമളാനിൽ റസൂലുള്ള പറഞ്ഞ ഒരു വഴല് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പടച്ചോൻ തൗഫീക്ക് തരട്ടെ. ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഇരിക്കി. സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മജ്ലിസ് അല്ലാഹു സ്വീകരിച്ചു തരട്ടെ. നമുക്ക് ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതൊക്കെയും പറയാനും കേൾക്കാനും പ്രാവർത്തികമാക്കാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. കേൾക്കിട്ടോ. ശഅബാന്റെ അവസാനത്തിൽ മുത്തുനബി ഞങ്ങളെ ഒരുമിച്ചു കൂട്ടും. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ആഖിരി യൗമിൻ മിൻ ശഅബാൻ. ശഅബാന്റെ അവസാന ദിവസങ്ങളിൽ ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ വഅള് പറയുമായിരുന്നു, യാ അയ്യുഹന്നാസ്. എന്നതിനർത്ഥം യാ അയ്യുഹന്നാസ് എന്നാൽ ഓ മാന്യ മഹാജനങ്ങളെ, അല്ല മനുഷ്യരെ, ഇദാ ഖദ അളല്ലക്കും ശഹറുൻ അളീം, ഏറെ മഹത്വമുള്ള ഒരു മാസം നിങ്ങളിലേക്ക് സമാഗതമാവുകയാണ്. മുബാറക്കുൻ, വലിയ ബറക്കത്തുള്ള മാസം നിങ്ങളിലേക്ക് സമാഗതമാവുകയാണ്. ശഹറുൻ ഫീഹി ലൈലത്തും മിൻ അൽഫി ശഹർ. ആ ഒരു മാസത്തിന്റെ ഒരു ഫളിലൊന്ന് പറയട്ടെയോ, അതിൽ ഒരു രാത്രിയുണ്ട് 1000 രാത്രിയേക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രി. ആ രാത്രിയിലെ ഇബാദത്ത് മറ്റ് 1000 രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിനെയും മറികടക്കാൻ കഴിയും. നമ്മൾ പറയും സാധാരണ ആ അവസാനത്തെ 10ലാണ്, അതാണ് പ്രധാനപ്പെട്ട അഭിപ്രായവും. എന്നാൽ ചില ഉലമാ എങ്കിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അവസാനത്തെ 10 എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു വേണ്ട. റമളാൻ 1 മുതൽ അവസാനത്തെ തുടക്കം മുതൽ അവസാനത്തെ രാത്രി ഉണ്ടല്ലോ, ഈ രാത്രികളിൽ ഏതെങ്കിലും ഒരു രാത്രിയാവാം. മനസ്സിലായോ? പ്രധാന പക്ഷം അവസാനത്തെ 10ലാണ് എന്നാണെങ്കിലും അങ്ങനെ വിചാരിച്ചിരിക്കൊന്നും വേണ്ട. റമളാനിലെ ഏത് രാത്രിയിലും ആവാന്ന് പറഞ്ഞ ഉലമാക്കൾ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒറ്റ രാവും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. കാരണം 1000 കൊല്ലത്തെ 1000 രാത്രിയിലെ ഇബാദത്തിന്റെ കൂലിയാ കിട്ടുന്നത് ഒരൊറ്റ രാത്രിയിലെ ഇബാദത്ത് കൊണ്ട്. അല്ലാഹു അതൊക്കെ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് തരട്ടെ. മജ്ലിസൊക്കെ റബ്ബിനൊരു കാരണാക്കി തരട്ടെ. എന്നിട്ട് പറയുന്നുണ്ട്, ശഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീള. ആ ഒരു മാസത്തിൽ മുഴുവനായും നോമ്പെടുക്കൽ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. ആ ഒരു മാസത്തിൽ മുഴുവനും നോമ്പെടുക്കൽ അല്ലാഹു നിർബന്ധാക്കിയിട്ടുണ്ട്. അല്ലാഹു ആഫിയത്തോടെ തൗഫീഖ് തരട്ടെ. റമളാനൊക്കെ അങ്ങനെ വരുമ്പോ ചിലരൊക്കെ വന്നിട്ട് സങ്കടം പറയാറുണ്ട്, ഉസ്താദെ കഴിഞ്ഞ കൊല്ലം നോമ്പെടുക്കാൻ എനിക്ക്
പറ്റിയിട്ടില്ല. ആദ്യത്തെ ദിവസം നോമ്പെടുത്ത് ഉച്ചാകുമ്പോഴത്തേക്ക് മുറിക്കേണ്ടി വന്നു. രണ്ടാമത്തെ ദിവസം നോമ്പെടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വിഷയായി, പ്രശ്നമായി, വയറിന് അസ്വസ്ഥതയായി, ആകെ കുടുങ്ങി നോമ്പ് മുറിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും, സാധാരണ നോമ്പൊക്കെ വരുമ്പോ ഒരു സന്തോഷല്ലേ, ഇപ്പൊ ഒരു സങ്കടവും പേടിയാണ്. കാരണം പഠിച്ചോനെ നോമ്പെടുക്കാൻ പറ്റൂലല്ലോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ നിലയിലൊക്കെ പ്രയാസപ്പെടുന്നവരാരെങ്കിലും പഠിച്ചോനെ ഈ മജ്ലിസിലുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നവരിലുണ്ടെങ്കിൽ രോഗം ശിഫയാക്കി റാഹത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ റമളാനെ നല്ല നിലക്ക് സ്വീകരിക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. അപ്പൊ ഇന്ന് രാവിലെ ഒരു മരണ വാർത്തകൾ കേട്ടോ. ഇന്ന് രാവിലെ ഒരു വലിയ പ്രഭാഷകൻ, ഹാഫിൽ മസൂദ് സഖാഫി എന്നൊരു പ്രഭാഷകൻ, വളരെ നല്ല നിലയിൽ പ്രഭാഷണം നടത്തുന്ന, അതിനുമാത്രം പ്രായമൊന്നുമില്ലാത്ത വലിയ ഒരു ഉസ്താദ്, മുദരിസും കൂടിയാണ്. ഇന്നലെ രാത്രി പോലും വയലിന് പോയിട്ടുണ്ട്. രാവിലെ മരിച്ചു. എന്താണ് എങ്ങനെയാണെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അറിവായിട്ടില്ല. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ആമീൻ പറയ. അല്ലാഹു ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. അതുപോലെ ഇന്നലെ ഒരു മരണം ഉണ്ടായി. എന്റെ പ്രിയപ്പെട്ട ഒരു ഉസ്താദ്, കടമേരി റഹ്മാനിയ അറബി കോളേജിൽ നിന്ന് മഹല്ലി അടക്കം പല കിതാബുകളും ഞങ്ങൾക്ക് ഓതിത്തന്ന വലിയ ഒരു പണ്ഡിതൻ, ഇന്ന് തെയ്യോട്ടിച്ചിറ കമ്മുസൂഫി വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈഹി, ആ മഹാന്റെ പേരിലുള്ള വലിയ സ്ഥാപനമുണ്ട്, കമാലി ബിരുദം നൽകുന്ന സ്ഥാപനം. ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പളായി സേവനം ചെയ്യാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. നാളെ എനിക്ക് കോളേജിലേക്ക് പോവാനുള്ളതാണ്, പരീക്ഷയ്ക്ക് അടുത്ത് വരികയാണ്, സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചിട്ടില്ല, പെട്ടെന്ന് പോണം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പോഴത്തേക്ക് വീണ്ടും അസ്വസ്ഥത വന്നു, പ്രയാസം വന്നു. അവർ അള്ളാഹുവിലേക്ക് യാത്രയായി. അള്ളാഹു ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. അള്ളാഹു ഖബർ റാഹത്താക്കി കൊടുക്കട്ടെ. ഒരു പുരുഷായുസ് മുഴുവനും ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിച്ച മഹാൻ. ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്തും 2 കൊല്ലം കോടങ്ങാട് ഓതിയിട്ടുണ്ട്. വലിയ പണ്ഡിതനാണ്. അള്ളാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. അവർ 2 പേരെയും ഖബറിൽ മാലാഖമാർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നൊരവസ്ഥ എത്തിക്കണേ അല്ലാ. അവരുടെ ഖബറിന്റെ ആദ്യ രാത്രിയാണിന്ന് അല്ലാ. ആഗതമാകുന്ന രാത്രി അവരുടെ ഖബറിന്റെ ആദ്യ രാത്രിയാണ്. അതുപോലെ ഞങ്ങൾക്കും ഒരു ഖബറിന്റെ ആദ്യ രാത്രി വരാനുണ്ട്. അല്ലാഹുവേ, എല്ലാം നീ റാഹത്തിലാക്കണമേ അല്ലാ. ഖബറിന്റെ സകലമാന പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണമേ അല്ലാ. അല്ലാഹു റാഹത്താക്കട്ടെ. ഞാൻ പറയുന്നത് നമുക്കെന്നെ അറിയൂല ഈ അടുത്ത റമദാനിൽ നമ്മള് ഉണ്ടാവുക. മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. എത്രയാണ് വളരെ അടുത്ത ആളുകൾ അങ്ങനെ മരിച്ചു പോണത്. പഠിച്ചോനെ, അല്ലാഹു നമ്മളൊക്കെ മരണ റാഹത്താക്കി തട്ടെ. ഏതായാലും ഈ മാസത്തിൽ ഷഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീള, ഈ മാസത്തിൽ നോമ്പെടുക്കൽ അല്ലാഹു നിർബന്ധമാക്കി. ഞാൻ എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ആ നോമ്പ് പൂർണ്ണമായും സ്വീകരിക്കുന്ന നോമ്പാവണം. അതിനാവശ്യമായ അതിൻ്റെ ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളും ആദാബുകളും പാലിച്ചു തന്നെ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിർബന്ധമായ കാര്യങ്ങളിൽ ഒന്ന് നിയ്യത്ത് ചെയ്യലാണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് എവിടുന്നുണ്ടാവണം? നാവോണ്ട് ഒച്ചത്ത് പറഞ്ഞ നിയ്യത്താവോ? നിങ്ങൾ വീണില്ലല്ലോ. നാവോണ്ട് ഒച്ച പറഞ്ഞ നിയ്യത്താവോ? നിയ്യത്താവില്ല. നിയ്യത്താവണമെങ്കിൽ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല, പറച്ചില് സുന്നത്തേ ഉള്ളൂ. അത് അമലുൽ ഖൽബ്, ഹൃദയത്തിന്റെ അമലാണ്. അപ്പൊ മനസ്സിൽ അത് തീർച്ചയായും ഉണ്ടാവണം. ഞാന് നാളെ അല്ലാഹു തആലക്ക് വേണ്ടി ഈ റമളാനിലെ ഫർളായ നോമ്പ് നോറ്റുവിട്ടാൽ കരുതി എന്ന ഒരു നിയ്യത്ത് തീർച്ചയായും മനസ്സിലുണ്ടാവണം. മനസ്സറിയാതെ 100 വട്ടം പറഞ്ഞിട്ടും കാര്യമല്ല, അത് നിർബന്ധമാണ്. അതുപോലെ നിയ്യത്തിൽ നിർബന്ധമായ സംഗതിയാണ് തബീത്തുൻ നിയ്യ. നിയ്യത്ത് രാത്രിയിൽ തന്നെ ആവണം. നിയ്യത്ത് രാത്രിയിലാവണം. ഒരാളിങ്ങനെ സുബ്ഹി ബാങ്ക് ഇങ്ങനെ തുടങ്ങി
അപ്പയാണ് അല്ല പഠിച്ചോനെ നിയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ, നവൈത്തു സൗമഖദിൻ അന്നദായി ഫർളി റമളാനി എന്ന് പറഞ്ഞു. മതിയാവോ? ആവോ? ആവൂല, മതിയാവൂല. അപ്പൊ രാത്രിയിൽ നിയ്യത്ത് ചെയ്യൽ നിർബന്ധം. രാത്രി എപ്പോഴും ആവാം. ഇപ്പൊ നാളെ നോമ്പാണ്, ഇന്നും നോമ്പാണ്, ഇന്ന് നോമ്പ് തുറന്ന് ഉടനെ തന്നെ എന്ത് ചെയ്തു, നാളത്തെ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഒറ്റ കിട്ടുവാൻ നമ്മൾ സാധാരണ നിയ്യത്ത് ചെയ്യാറുണ്ടല്ലോ, അതപ്പൊ തന്നെ നിയ്യത്ത് ചെയ്തു. പ്രശ്നമുണ്ടോ? പിന്നെ നിയ്യത്ത് നോമ്പിനെ ബാത്തിലാക്കുന്ന വിധത്തിൽ ഭക്ഷണം കഴിക്കലുണ്ടായി, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ശാരീരിക ബന്ധങ്ങൾ ഉണ്ടായി, പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഈ നിയ്യത്തിന് ഞാൻ ബാത്തിലാക്കി എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഭ്രാന്ത് വന്നുപോയി, അപ്പോഴും പ്രശ്നമാണ്. അല്ലാതെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് ഒരിക്കലും ആ നിയ്യത്ത് ബാത്തിലാവില്ല. അപ്പൊ ഓർമ്മപ്പെടുത്തും വേണം വീട്ടിലൊക്കെ പരസ്പരം. അല്ല നിയ്യത്ത് ചെയ്തില്ലേ, നിയ്യത്ത് ഇപ്പൊ തന്നെ വെച്ചോളൂ, തറാവീഹൊക്കെ കഴിഞ്ഞ് വന്ന് കഞ്ഞിയൊക്കെ കുടിക്കുകയാണ്, അല്ലെ അത്തായം കഴിക്കാൻ എഴുന്നേറ്റതാണ്, നിയ്യത്തിന്റെ കാര്യം മറന്നിട്ടില്ലല്ലോ, നിയ്യത്ത് ചെയ്തോളൂ എന്ന് പ്രത്യേകം എന്ത് ചെയ്യണം? ഓർമ്മപ്പെടുത്തണം. അല്ലാതെ നോമ്പിന്റെ സമയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, ഫജ്ർ സാദിക്ക് വെളിവായി ബാങ്ക് കൊടുത്തു, അപ്പോഴാണ് നിയ്യത്ത് ചെയ്യുന്നതെങ്കിൽ നിയ്യത്ത് ചെയ്യാവില്ല. എന്നാ നിയ്യത്ത് ചെയ്യായിട്ടില്ല നോമ്പ് ശരിയാവോ? നോമ്പ് ശരിയാവില്ല. എന്നാ നോമ്പ് ശരിയായില്ല എന്ന് കരുതി നിയ്യത്ത് മറന്നു പോയാൽ പിന്നെ ചായ കുടിക്കാനും ചോറ് കഴിക്കാനും പറ്റുമോ? അതും പറ്റൂല. ഒന്നാ സുഖായല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നോക്ക്, ഞാൻ നിയ്യത്ത് മറന്നിക്ക്, ഈ നല്ലൊരു ചായ കൊണ്ടുവരുന്ന 7 മണി 7:30 പറയാൻ പറ്റുമോ? പറ്റൂല. ഒരു ചായ ഞാൻ കുടിക്കട്ടെ, നോമ്പിന്റെ നിയ്യത്ത് ഏതായാലും മറന്നു പോയിട്ടുണ്ടല്ലോ, ഇന്ന് എനിക്ക് നോമ്പില്ലല്ലോ, പറ്റുമോ? ഇംസാക്ക് നിർബന്ധമാണ്. ഇംസാക്കെന്നാൽ ഒരാൾ നിയ്യത്തു ചെയ്യാൻ മറന്നുപോയി, അയാൾക്ക് ഇംസാക്ക് നിർബന്ധമാണ്. ഇംസാക്കെന്നാൽ നോമ്പിന് തുറക്കുന്ന സമയം വരെ നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. നോമ്പ് മുറിയുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എന്നിട്ടൊരു നോമ്പ് കളാ വിട്ടും വേണം. എന്നിട്ട് ഒരു നോമ്പ് കളാ വിട്ടണം. അപ്പൊ ഒരു തരത്തിലുള്ള ഗഫ്ലത്തും നിയ്യത്തിന്റെ കാര്യത്തിൽ പാടില്ല. അള്ളാഹു അതൊക്കെ കൃത്യമായി പാലിക്കാൻ തൗഫീക്ക് തരട്ടെ. എല്ലാരും ആമീൻ പറയും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മാത്രമല്ല നിയ്യത്തിൽ അസ്മ് നിർബന്ധമാണ്. നിയ്യത്ത് വെച്ചു എന്നുള്ള ഒരു ഉറപ്പുണ്ടാവണം. ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാ, അല്ല പഠിച്ചോനെ ഞാൻ ഇപ്പൊ നിയ്യത്ത് ചെയ്തോ ഇല്ലേ, ചെയ്തോ ഇല്ലേ, നിയ്യത്തിൽ സംശയം വന്ന പ്രശ്ന. അപ്പൊ പരമാവധി അത് ഉള്ളോർമ്മയോടുകൂടെ തന്നെ ചെയ്യണം എന്നാ ഞാൻ ഈ പറയുന്നത്. അള്ളാഹു ആ കാര്യങ്ങളൊക്കെ പാലിക്കാൻ തൗഫീക്ക് തരട്ടെ. അതുപോലെ നോമ്പിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫജ്റു സാദിഖ് വെളിവായത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അഥവാ സുബ്ഹി മുതൽ മഗ്രിബ് വരെ തുറക്കപ്പെട്ട ഒരു ദ്വാരത്തിലൂടെയും ഉള്ളിലേക്ക് ഒന്നും പ്രവേശിക്കാൻ പാടില്ല. അപ്പൊ സുബ്ഹി ബാങ്ക് കൊടുക്കുന്നവരെ തിന്നാലോ, അങ്ങനെയും വിചാരിക്കണ്ട. സുബ്ഹി ബാങ്ക് ഇപ്പൊ 1 മിനിറ്റ് വൈകിട്ടാ പള്ളിയിൽ കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. പള്ളിയിൽ നിന്ന് ഇപ്പൊ ബാങ്ക് കൊടുക്കുന്നത് സ്വാഭാവികമായും വാച്ചിലേക്ക് നോക്കിയിട്ട് അല്ലെ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് ആ ഒരു സമയം കണക്കാക്കിയിട്ടാണല്ലോ. 1 മിനിറ്റ് നേരത്തെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും എല്ലാരെ വാച്ചിലും, അതായത് ശരിക്ക് സമയം 5:15 5:15. പക്ഷെ മൂപ്പര വാച്ചില് 5:14 13. അപ്പൊ ഇങ്ങനെ അത് 15 ആവുമ്പത്തേക്ക് സമയം ശരിക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലതും സൂക്ഷ്മതയും ബാങ്ക് കൊടുക്കുന്നതിന്റെ 2-3 മിനിറ്റ് മുമ്പ് തന്നെ നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, അല്ല നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, ആ പ്ലേറ്റ് കാലിയാകുന്നവരെ എന്ത് ചെയ്യാ? അങ്ങനെ കേരളത്തിൽ പരസ്യമായിട്ട് പ്രസംഗിച്ച് നടക്കുന്നവരില്ലേ, അങ്ങനെ പുസ്തകം എഴുതിയവരില്ലേ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ ബാങ്ക് കൊടുത്താൽ ഉള്ള പ്ലേറ്റിലുള്ളത് കാലിയാകുന്നത് വരെ തിന്ന പുതിയത് ഇടാഞ്ഞാ മതി എന്ന്. അതിനവർക്ക് ഹദീസ് തെളിവുണ്ട്. അതല്ല രസം, ഹദീസ് തെളിവുണ്ട്. ഹദീസ് നിസാരമായ ഹദീസല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു
സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഏതാണ് ഹദീസ്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇദാ സമിയ അഹദുകുമുൻ നിദാ വൽഇനാഉ വലാ യദിഹി ഫലാ യളഉഹു ഹത്താ യഖ്ലിയ ഹാജതഹു മിൻഹു. എന്താ ഹദീസിന്റെ അർത്ഥം? ഇദാ സമിയ അഹദുകുമുൻ നിദാ, നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്തു? ബാങ്ക് കേട്ടു. വല്ലിനാഉ വലാ യദിഹി, പാത്രം കയ്യിലാണ്, പാത്രം കയ്യിൽ പിടിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളിൽ ഒരാൾ ബാങ്ക് കേട്ടതെങ്കിൽ ഫലാ യളഉഹു ഹത്താ യഖ്ലിയ ഹാജതുഹു മിൻഹു, ആ ഭക്ഷണം കൊണ്ട് നിങ്ങൾക്കുള്ള ആ പാത്രം കൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പൂർത്തീകരിക്കുന്നത് വരെ പാത്രം വെക്കേണ്ടതില്ല. സുല്ലന്റെ ഹദീസാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയും, അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കെ ബാഗ് കൊടുക്കാണ്, പ്രശ്നമാക്കണ്ട, അത് കാലിയാകുന്നവരെ കഴിച്ചോളൂ. ഹദീസ് ശരിയല്ലേ? ഹദീസ് ശരിയാണ്. ഹദീസിന് ഒരു കുഴപ്പമില്ല, ബുഖാരിയുടെ ഹദീസാണ്. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, ഈ ബാങ്ക് ഏതാന്നുള്ളതാണ് വിഷയം. ലുഹർ ഏതായാലും ആവില്ല. ലുഹറിന്റെ സമയത്ത് ഇപ്പൊ നോമ്പിന് ഭക്ഷണം കഴിക്കുവോ? അസുറും ആവൂല. മഗ്രിബാവോ? മഗ്രിബാണ് പറയാനില്ല, എന്തായാലും ഭക്ഷണം കഴിക്കാലോ. പിന്നെ ഇശാ ആവോ? പിന്നെ സുബ്ഹി ബാങ്ക് അല്ലേ? സുബ്ഹി ബാങ്ക് അല്ല. പിന്നേത് ബാങ്ക? റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഇന്നും മക്കയിൽ സുബ്ഹിയുടെ മുമ്പ് എന്തുണ്ട്? ഒരു ബാങ്കുണ്ട്. മദീനയിലും സുബ്ഹിയുടെ മുമ്പ് തഹജ്ജുദിന് ആളുകളെ ഓർമ്മപ്പെടുത്തി ഒരു ബാങ്കുണ്ട്. അത് അന്നുണ്ടായിരുന്നു. ആ ബാങ്ക് കൊടുത്തിരുന്നത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു. സുബ്ഹി ബാങ്ക് കൊടുത്തത് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. തഹജ്ജുദിന്റെ ബാങ്ക് കൊടുത്തത് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം തങ്ങളുടെ ബാങ്ക് കേട്ടിട്ട് പല സഹാബിമാരും അല്ലാഹ് പടച്ചോനെ ബാങ്ക് കൊടുത്തല്ലോ, ഭക്ഷണം കഴിക്കല് നിർത്തി. ഭക്ഷണം കഴിക്കൽ അവർ നിർത്തിവെച്ചു. അപ്പോഴാണ് ഹബീബായ നബി തങ്ങളെ വിവരമറിഞ്ഞു. ചില സഹാബിമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന വിവരമറിഞ്ഞപ്പോൾ ഉടനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇദാ സമിയ അഹദുകുമുൻ നിദാ, നിങ്ങളാരെങ്കിലും ആ ബാങ്ക് കേട്ടാൽ, ഏ ബാങ്ക്? അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് നിങ്ങളെ തടയാതിരിക്കട്ടെ എന്ന് മറ്റൊരു ഹദീസ് ഉണ്ട്. ചില ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു. ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുമ്പോൾ കണ്ടു നിർത്തിയേക്കും. അപ്പ റസൂലുള്ളാഹി പറഞ്ഞു, ആ ബാങ്ക് കേട്ടിട്ട് നിങ്ങള് വഞ്ചിതരാവണ്ട, ആ പാത്രത്തിലുള്ളതൊക്കെ കഴിച്ചോളൂ, കുഴപ്പമുണ്ടോ? ഇല്ല. എന്നാൽ ചില അല്പജ്ഞാനികൾ, ചില ബിദഈകൾ മനസ്സിലാക്കി ഈ പറഞ്ഞ ബാങ്ക് സുബ്ഹിയാണ്. അങ്ങനെ അവര് അതിനർത്ഥം എഴുതി വിടുകയും, അതുകൊണ്ട് സുന്നികൾ എല്ലാത്തിലും ഭയങ്കര കർക്കശ നിലപാടുകാരാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഉള്ള തീരുന്നവരെ കഴിക്കാന്ന്. എന്തൊരബദ്ധാണ്! അല്ലാഹുവേ പടച്ചോൻ കാക്കട്ടെ. അത് സുബ്ഹി ബാങ്ക് എന്ന് പറഞ്ഞാൽ ഖുർആനെതിരാകൂലേ? കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബ്യളു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ആ ഫജ്റു സ്വാദിഖും ഫജ്റുൽ കാദിബും വെളിവാകുന്നത് വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ. ഫജ്റു സ്വാദിഖ് വെളിവായി കഴിഞ്ഞാൽ പിന്നെ ആ പണി പറ്റൂല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബാങ്ക് ഏത് ബാങ്കല്ല? സുബ്ഹി ബാങ്കല്ല. അള്ളാഹു അതിലൊക്കെ ഹക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അവിടെയൊക്കെ സൂക്ഷ്മത പാലിക്കണം. ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, റമളാനായ പിന്നെ സുബ്ഹി ബാങ്ക് 1 മിനിറ്റ് വൈകിട്ടാണ് ഉണ്ടാവുക. മഗ്രിബായി കഴിഞ്ഞാൽ അത് 3-4 ബാങ്കൊക്കെ ഉള്ള ചില മഹല്ലുകൾ ഉണ്ടാവും. മഗ്രിബിന്റെ ബാങ്ക് 1 മിനിറ്റ് നേരത്തെ കൊടുക്കുക, അല്ലെ 2 മിനിറ്റ് മുമ്പ് കൊടുക്കുക. സുബ്ഹിയുടെ ബാങ്ക് 2-3 മിനിറ്റ് വൈകിട്ട് കൊടുക്കുക. വലിയൊരു അബദ്ധാണത്. മനുഷ്യന്മാരെ അമൽ നഷ്ടപ്പെടുത്തുന്ന പണിയാണത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ആ വിഷയത്തിലൊക്കെ ശ്രദ്ധ വേണമെന്ന് ഞാൻ പറയുന്നത്. സുബ്ഹിയുടെ മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ ഒരു 50 ആയത്തെങ്കിലും ഓതാനുള്ള ഖദർ കണ്ട് അത്തായം കഴിക്കും. അത്തായം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നോമ്പ് മുറിയുന്ന വിഷയങ്ങളൊന്നും ഉണ്ടാവാതെ റസൂലുള്ളാഹി സൂക്ഷിക്കും. ആ അത്തായം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 50 ആയത്ത്, സാധാരണ രീതിയിലുള്ള 50 ആയത്ത് ഓതാനുള്ള സമയം ഉണ്ടാവും.
അള്ളാഹുവെ അങ്ങനെയൊക്കെ സൂക്ഷ്മത പുലർത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ. അതാണ് ശഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീള. ആ മാസത്തിൽ നോമ്പ് അല്ലാഹു നിർബന്ധമാക്കി. നിരുപാധികം എല്ലാവർക്കും നിർബന്ധ. എന്നാൽ ചില രോഗികൾ അവർക്ക് നോമ്പ് നോൽക്കാൻ കഴിയൂലെങ്കിൽ എന്ത് ചെയ്യണ്ട? നോമ്പ് നോൽക്കണ്ട. നല്ലൊരു പനി വന്നു, പനി വന്നിട്ട് ഇങ്ങനെ വിറക്കുകയാണ്, ഡോക്ടറെ കാണിച്ചു, നോമ്പ് നോൽക്കണോ? ഡോക്ടർ പറഞ്ഞു നോമ്പെടുത്താൽ ബുദ്ധിമുട്ടാവും, തടിയാകെ തളർന്നു പോവും, ഒരു പക്ഷേ നിങ്ങൾക്ക് പിന്നെ ഈ റമളാനിൽ ഒറ്റ നോമ്പ് നോൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും. നിങ്ങൾ തൽക്കാലം ഒരു 4 ദിവസത്തേക്ക് എന്ത് ചെയ്യണ്ട? പടച്ചോനെ ഇറ്റൾ ഉറങ്ങിപ്പോയോ റബ്ബേ, ഒരു 4 ദിവസത്തേക്ക് എന്ത് ചെയ്യണ്ട? നോമ്പ് നോൽക്കണ്ട. കുഴപ്പമില്ല, 4 ദിവസം എന്ത് ചെയ്യാൻ ഞാൻ മതി? നോമ്പ് എടുക്കാൻ ഞാൻ മതി. ഞാൻ മുദ്ദ കൊടുക്കണോ? അടുത്ത റമളാന്റെ മുമ്പ് ആ നോമ്പ് ഖളാ വീട്ടാണ്, മുദ്ദ കൊടുക്കണോ? മുദ്ദ കൊടുക്കണ്ട. എന്നാൽ ഒരാൾക്ക് കിഡ്നിക്ക് തകരാറ് ബാധിച്ചു, വാൾവിനും തകരാറ് ബാധിച്ചു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഇനി ഒരിക്കലും നോമ്പെടുക്കാൻ പറ്റൂല, നിങ്ങൾ അവസ്ഥ നിലയിലാണ്. നോമ്പിനെ കുറിച്ച് നിങ്ങൾ ആയുസ്സിൽ നിങ്ങൾ ചിന്തിക്കണ്ട. അയാൾ എന്ത് ചെയ്യണ്ട? നോമ്പ് നോൽക്കണ്ട. അയാൾക്ക് പിന്നെ എന്ത് ചെയ്യാന്നറിയോ? സാമ്പത്തികമായി ശേഷിയുണ്ടെങ്കിൽ ഒരു നോമ്പിന് ഒരു മുദ്ദ് കൊടുക്കാം. ശേഷിയുണ്ടെങ്കിൽ, ശേഷിയില്ലെങ്കിൽ അതും വേണ്ട. സാമ്പത്തികമായി ഇന്നത്തെ നോമ്പിന് ഇന്ന് ഒരു മുദ്ദ് പറഞ്ഞ ഒരു 750 ഗ്രാം, ഒരു 750 ഗ്രാം അരി സാധുവായ ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്താൽ മതി. നോമ്പ് നോറ്റ കൂലി അതുകൊണ്ട് അയാൾക്ക് കിട്ടും. ഇനി അയാൾക്ക് ഭാവിയിൽ നോമ്പ് നോൽക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. എന്നാൽ ഈ നോമ്പ് അയാൾ എന്ത് ചെയ്യേണ്ടതില്ല? നോൽക്കേണ്ടതില്ല. കാരണം കഴിയൂല എന്ന് ഡോക്ടർ ഉറപ്പ് തന്നത് കൊണ്ട് അയാൾ മുദ്ദ് കൊടുത്തുകളുടെ നോറ്റതുപോലെയായി. മനസ്സിലായോ? എന്നതുപോലെ ഒരു ഗർഭിണി ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് നോമ്പെടുത്തോളൂ എന്ന് പറഞ്ഞു. ഒരു പ്രശ്നമില്ല, എന്ത് ചെയ്യാം? നോമ്പെടുക്കാം. നിങ്ങൾ നോമ്പെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കോ നിങ്ങളെ കുട്ടിക്കോ ഒരു തകരാറും ഒന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് നോമ്പെടുത്തോളൂ എന്ന് പറഞ്ഞു. ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? നോമ്പെടുക്കാം. ഡോക്ടർ പറഞ്ഞു ഈ റമളാനിൽ എന്ത് ചെയ്യണ്ട? നോമ്പെടുക്കണ്ട. നോമ്പെടുത്താൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. കുട്ടിക്ക് കുഴപ്പമൊന്നും, കുട്ടിക്ക് വിഷയമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ നോമ്പ് എടുക്കണ്ട. പിന്നെയോ അടുത്ത റമളാന്റെ മുമ്പ് നോമ്പ് ഖളാ വീട്ടണം, മുദ്ദും കൊടുക്കണ്ട. കാരണം സ്വന്തം ശരീരത്തിന് പ്രശ്നം ഉണ്ടാകുമെന്ന് ഭയന്നിട്ട് നോമ്പ് ഒഴിവാക്കിയാൽ എന്ത് വേണ്ട? മുദ്ദ് വേണ്ട. എന്നാൽ കുട്ടിക്ക് പ്രശ്നം എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നോമ്പ് ഖളാവും വീട്ടണം. പിന്നെന്തും വേണം? മനസ്സിലായോ? കുട്ടിയുടെ കാര്യത്തിൽ ആശങ്ക ഉള്ളത് കൊണ്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ ഖളാ വീട്ടിയാൽ മാത്രം പോരാ. അടുത്ത റമളാന്റെ മുമ്പ് തന്നെയാണ് ഖളാ വീട്ടുന്നതെങ്കിലും എന്ത് വേണം? ഒരു മുദ്ദ് കൊടുക്കണം. നിങ്ങൾക്കും പ്രശ്നമാണ്, കുട്ടിക്കും പ്രശ്നമാണ്. നോമ്പെടുത്താൽ എന്നാ നോമ്പെടുക്കണ്ട. പക്ഷെ കുട്ടിക്കും കൂടെ പ്രശ്നമുള്ളത് കൊണ്ട് ഒരു മുദ്ദ് കൊടുക്കണം. അപ്പൊ കുട്ടിക്ക് പ്രശ്നം ഉണ്ടെങ്കിലേ മുദ്ദ് കൊടുക്കേണ്ടതുള്ളൂ. അല്ല കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനെന്ത് വേണ്ട? മുദ്ദ് കൊടുക്കണ്ട. സംഗതി മനസ്സിലായോ? എന്നതുപോലെ മുർളിയത്താണ്, മുലയൂട്ടുന്ന പെണ്ണാണ്. ഈ മുലയൂട്ടുന്ന പെണ്ണ് നോമ്പെടുത്തു കഴിഞ്ഞാൽ അവൾക്ക് കൊണ്ട് തന്നെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ അവൾ നോമ്പെടുക്കണ്ട, അവൾ മുദ്ദും കൊടുക്കണ്ട. ഖളാ വീട്ടണം. എന്നാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുട്ടിയുടെ കാര്യത്തിലാണ് ആശങ്ക. കുട്ടിക്ക് പാലുണ്ടാവില്ല, അതാണ് ബുദ്ധിമുട്ട്. അപ്പൊ കുട്ടിക്ക് വേണ്ടിയുള്ള നോമ്പ് ഒഴിവാക്കി. എന്നാൽ ഖളാ എന്തായാലും വീട്ടണം. പക്ഷേ ഖളാ എന്തായാലും വീട്ടണം, കുട്ടിയുടെ കാര്യമായതുകൊണ്ട് മുദ്ദും കൊടുക്കണം. മനസ്സിലായോ? കുട്ടിയുടെ മേൽ ഭയപ്പെട്ട് നോമ്പ് ഒഴിവാക്കിയാൽ മുദ്ദും കൂടി കൊടുക്കണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രസവമൊക്കെ കഴിഞ്ഞു, അവൾ ആ പ്രസവ രക്തത്തിന്റെ സമയത്താണ് എങ്കിൽ ആ സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് വിൽക്കാൻ പാടില്ല. പിറ്റത്തെ റമളാനാകുന്നതിന് മുമ്പ് ആരോഗ്യം അനുവദിക്കുന്നുവെങ്കിൽ ഖളാ വീട്ടണം.
ഖലാ വീട്ടണം. ഖലാ വീട്ടിയാൽ മാത്രം മതി. ആ റമളാൻ കഴിഞ്ഞിട്ടാണ് ഖലാ വീട്ടുന്നതെങ്കിൽ ഖലാ വീട്ടിയാൽ മാത്രം പോരാ, ഒരു നോമ്പിന് ഒരു മുദ്ദ് കൊടുക്കണം. അവൾക്ക് നല്ല ആഫിയത്തും സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും കഴിഞ്ഞ കൊല്ലത്തെ റമളാനിൽ ഖലാ ആയ നോമ്പ് ഹൈല് രക്തത്തിന്റെ കാരണത്താലോ നിഫാസ് രക്തത്തിന്റെ കാരണത്താലോ കഴിഞ്ഞ റമളാനിൽ ഖലാ ആയ നോമ്പ് ഈ റമളാന്റെ മുമ്പും സൗകര്യപ്പെട്ടിട്ടും ഖലാ വീട്ടിയിട്ടില്ലെങ്കിൽ ഒരു റമളാൻ അങ്ങ് കഴിഞ്ഞു കിടന്നാൽ എന്ത് ചെയ്യണം? ഒരു നോമ്പിന് ഒരു മുദ്ദ് കൊടുക്കണം. 2 റമളാൻ കഴിഞ്ഞാലോ 2 മുദ്ദ്, 3 റമളാൻ കഴിഞ്ഞാൽ 3 മുദ്ദ്. ഒരു 10 കൊല്ലം മുമ്പുള്ളതാണെങ്കിൽ ഒരു നോമ്പിന് എത്ര മുദ്ദ് കൊടുക്കേണ്ടി വരും? 10 മുദ്ദ് കൊടുക്കേണ്ടി വരും. നോമ്പിന്റെ എണ്ണം കൂടുവോ? എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നോമ്പ് എടുത്തെടുത്ത് കൊയങ്ങിയിട്ടുണ്ട് പറഞ്ഞു. എന്തേ കാര്യം? പണ്ട് പ്രസവത്തില് കുറെ നോമ്പ് പോയിരുന്നു. അപ്പൊ ആരോ പറഞ്ഞോലോ ഓരോ റമളാൻ കഴിഞ്ഞ നോമ്പിന്റെ എണ്ണം. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? ഈ മസാല പറയുമ്പോ അത് ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വിൽക്കാൻ വെച്ചത് പാണ്ടാവും. നോമ്പാണോ എണ്ണം കൂടി കൂടി വരിക? നോമ്പ് ഒറ്റൊന്ന് ഖലാ വിട്ടിയാൽ മതി. 35 കൊല്ലം മുമ്പ് ഖലാ ആയ ഒരു റമളാനിലെ 4 നോമ്പാണ്. അത് നിങ്ങൾ ഇപ്പൊ ഖലാ വിട്ടാണെങ്കിലും ഈ കാരണം കൊണ്ടാണ് ഖലാ ആയത്. ഖലാ വിട്ടുമ്പോൾ എന്ത് ചെയ്താൽ മതി? ആ 4 വിട്ടിയാൽ മതി. പക്ഷേ ഓരോ നോമ്പിനും 35 മുദ്ദ് കൊടുക്കണം. അതാണ് വിഷയം. ശ്രദ്ധിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, കഴിഞ്ഞ റമളാനിലൊക്കെ ഖലാ ആയ വല്ല നോമ്പുണ്ടെങ്കിൽ എന്ത് വേണം? ഖലാ വീട്ടണം. ഈ റമളാൻ അതിനു മുമ്പ് ഖലാ വീട്ടണം. നിസ്കാരം ഖലാ വീട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് നോമ്പും ഖലാ വീട്ടണ്ടെന്ന് വിചാരിക്കണ്ട. ഫർളായ അമലാന്ന് കരുതിയിട്ട് ഒന്നിന്റെ മേൽ ഖിയാസാക്കാൻ പാടില്ല. ഇപ്പൊ ഈ അടുത്തൊരു മൗലവി ചെയ്ത കണ്ടങ്ങള് സക്കാത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെ നിസ്കാരത്തിന്റെ മേലിലും നോമ്പിന്റെ മേലിലും കണ്ട് താരതമ്യം ചെയ്തു, ഇസാസാക്കി. ഫർളായ നോമ്പ് നിസ്കാരം അതെല്ലാരും സംഘടിതമായിട്ട് നിസ്കരിക്കലല്ലേ അഫ്ളല്? ഇയാള് ചോദിക്കാൻ, ഫർളായ നിസ്കാരം സംഘടിതമായി ഒന്നിച്ച് നിസ്കരിക്കലല്ലേ അഫ്ളല്? ഫർളായ നോമ്പ് അത് ഒരൊറ്റ മാസം തന്നെ എല്ലാരും കൂടി ചെയ്യലല്ലേ അഫ്ളല്? ഫർളായ ഹജ്ജ് അതൊരൊറ്റ മാസത്തിലല്ലേ ചെയ്യേണ്ടത്? അതുകൊണ്ട് ഫർളായ സക്കാത്തും എല്ലാരും സംഘടിതമായിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഫർളാന്ന് കരുതി ഒന്നിനെ മറ്റൊന്നിന്റെ മേൽ ഖിയാസാക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു പെണ്ണിന് മെൻസസ് പീരീഡിൽ നിസ്കരിക്കാൻ പാടുണ്ടോ? പറ്റുമോ? പറ്റൂല. ഖലാ വീട്ടണോ? വേണോ? വേണ്ട. അല്ലാഹ് നിസ്കാരല്ലേ, എനിക്കൊന്നും കൂടി എന്റെ റബ്ബിലേക്ക് അങ്ങ് അടുക്കണം. അതുകൊണ്ട് ഞാൻ ആ 7 ദിവസത്തെ നിസ്കാരം അല്ലെ 5 ദിവസത്തെ നിസ്കാരം ഖലാ വീട്ടും എന്ന് പറഞ്ഞ ഖലാ വീട്ടിയാൽ എന്താ അതിന്റെ ഹുക്കുമ്? എന്താ ഹുക്കുമ്? ഹറാമാണ്, പാടില്ല. ആ പീരീഡിൽ നഷ്ടപ്പെട്ട നിസ്കാരം ഖലാ വിട്ടൽ ഹറാമാണ്, പാടില്ല. എന്നാ നോമ്പും അങ്ങനെ തന്നെ ഇക്കാര്യം വിചാരിച്ചിട്ട് ആ നോമ്പ് ഖലാ വിട്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതാ പറഞ്ഞ ഫർളാന്ന് കരുതി ഒന്നിന്റെ മേൽ അങ്ങനെ ഖിയാസാക്കാൻ പറ്റൂല. അതിനൊക്കെ കുറെ നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അബദ്ധങ്ങൾ വന്നു പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ശഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീള, ഈ മാസത്തിലെ നോമ്പിനെ അല്ലാഹു നിർബന്ധമാക്കി. വഖിയാമ ലൈലിഹി തതവ്വുആ, ഈ മാസത്തിലുള്ള ഒരു നിസ്കാരമുണ്ട് തറാവീഹ്, അതല്ലാഹു പ്രത്യേകമായി സുന്നത്താക്കിയിരിക്കുകയാണ്. അല്ലാഹുവേ, ഒരു നിസ്കാരവും മുടങ്ങാതെ അതിന്റെ അദബ് പാലിച്ച് നിർവഹിക്കാൻ തൗഫീഖ് നൽകണമേ അല്ലാഹ്. റബ്ബ് സഹായിക്കട്ടെ. തറാവീഹ് ഭയങ്കര നിസ്കാരാണ്. 20 റക്അത്ത്. തറാവീഹ് എന്ന സുന്നത്ത് നിസ്കാരം 20 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു. അങ്ങനെയാണോ നിയ്യത്ത്? ആണോ? ഞാൻ അതൊക്കെ ഇങ്ങനെ പറയുന്ന എന്തിനാന്നറിയോ? ഈ മസലൊക്കെ പറഞ്ഞു കഴിയുമ്പോ ചില ആളുകൾ ഇന്നോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ ഞങ്ങൾ ഇത്രയും കാലായിട്ട് അങ്ങനെയാണല്ലോ. ഇപ്പൊ ളുഹ്ർ നിസ്കാരം എത്ര റക്അത്താ? സോനെ അതിനും മിണ്ടൂല. ളുഹ്ർ നിസ്കാരം എത്ര റക്അത്താ? 12. 4 റക്അത്ത്. അതിനെങ്ങനെ നിയ്യത്ത് ചെയ്യാ? ളുഹ്ർ എന്ന ഫർള് നിസ്കാരം 4 റക്അത്ത്. തറാവി എത്ര റക്അത്താ?
20 റക്അത്ത്. അപ്പൊ ഉസ്താദെ തറാവി എന്ന സുന്നത്ത് നിസ്കാരം 20 റക്അത്ത് അല്ലാഹു തആലക്ക് വേണ്ടി അങ്ങനെയാണ് ഇത്രയും കാലം നിയ്യത്ത് ചെയ്തത്. ഇന്ന് ഉസ്താദ് പറഞ്ഞല്ലോ അങ്ങനെ അല്ല നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പൊ ആകപ്പാടൊരു ബേജാറ്. സംഗതി ബേജാറാകേണ്ട കേസ് തന്നെയാണ്. കാരണം നിയ്യത്ത് ബാത്തിലായാൽ എല്ലാം ബാത്തിലാവും. സലാം വീട്ടലോടുകൂടെ അതിൽ നിന്ന് നമ്മള് പിരിഞ്ഞു. പിന്നെ അടുത്ത 2 റക്അത്തിന് വേറെന്ത് വേണം? നിയ്യത്ത് ചെയ്യണം. അപ്പൊ എങ്ങനെ നിയ്യത്ത് ചെയ്യേണ്ടത്? തറാവീഹിൽ നിന്നുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇമാമാണെങ്കിൽ ഇമാമായിട്ട്, മാമൂമാണെങ്കിൽ ഇമാമിനോടുകൂടെ എന്ന് നിയ്യത്ത് ചെയ്യാം. അങ്ങനെ 10 സലാം വീട്ടിയിട്ട് വേണം നിസ്കരിക്കാൻ. വലിയ കൂലിയുള്ള നിസ്കാരാണ്. അള്ളാഹു ഇഖ്ലാസോടെ നിർവഹിക്കാൻ തൗഫീക്ക് തരട്ടെ. ഒരു മടുപ്പും ക്ഷീണും കുഴക്കൊന്നും ഇല്ലാതെ ഒരു പ്രത്യേക റാഹത്തും ഉന്മേഷവും അള്ളാഹു തരട്ടെ. അതിലൊക്കെ ഒരു പ്ലാനിങ്ങും ഒരു കരുത്തും ആദ്യം ഉണ്ടാവണം. കൊല്ലം പരമാവധി ഇൻഷാ അല്ലാഹ് തറാവീഹിന്റെ കാര്യത്തിൽ മുടങ്ങാതെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അസ്മ ഇപ്പൊ തന്നെ ഉണ്ടാവണം. അപ്പൊ ഒന്നായിട്ട് മുടങ്ങിയ ഒരു ടെൻഷൻ മനസ്സിന് വരും. അങ്ങനെ മനസ്സിനൊരു ടെൻഷൻ അങ്ങോട്ട് വരണം. ഒരു നിസ്കാരമായിട്ട് മുടങ്ങിയാൽ അത് പോയല്ലോ പഠിച്ചോനെ, പിന്നെ ഒരു അസ്വസ്ഥത. അള്ളാഹു തൗഫീഖ്. അതൊക്കെ ഒരു ഈമാന്റെ അലാമത്താണ്. റബ്ബേ നീ തൗഫീഖ് തരണേ അല്ലാ. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കണം. ഓരോ 2 റക്അത്തിനും നിയ്യത്ത് വെക്കണം. അപ്പോഴേ അത് പൂർണ്ണമാകൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ 20 റക്അത്ത് തീർക്കണല്ലോ എന്നുള്ള നിലക്ക് ഒരു നിയന്ത്രണം ഇല്ലാത്ത ഹൈസ്പീഡ് ആവാൻ പാടില്ല. മനസ്സിലായോ? സാധാരണ ഇപ്പൊ ഒരു ടൗണുകളിലൊക്കെ പല പള്ളികളിലായി 4-5 തറാവീഹൊക്കെ ഉണ്ടാവും. അധികം ആളെവിടെ ഉണ്ടാവുകയെന്നറിയോ? എത്രയും പെട്ടെന്ന് തീരുന്ന എവിടെയാണോ അവിടെ. ഒരു സ്ഥലത്ത് 1 മണിക്കൂർ വേണം, വേറെ സ്ഥലത്ത് 3/4 മണിക്കൂറാണ്, പിന്നൊരു സ്ഥലമുണ്ട് അവിടെ 1/2 മണിക്കൂറാണ്, അതിന്റെ അപ്പുറത്തൊരു പള്ളിയുണ്ട് അവിടെ 20 മിനിറ്റ് കൊണ്ട് തീരും. കൂടുതൽ ആള് എന്തിനാ ഈ പണിക്ക് നിൽക്കുന്നത്? എന്നിട്ട് അല്ലാഹു റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ എന്ത് മുസ്തഖീമാർക്ക് ഇത് വേണം? ഇതാർക്ക് വേണം? ഒരു പോക്കാണ് പഠിച്ചോനെ. നിസ്കാരം കൊണ്ടൊരു കളി. അള്ളാഹു കാക്കട്ടെ. അപ്പോ 20 റക്അത്ത് സുന്നത്ത് ഒരാളിന് ഒരു 10 റക്അത്ത് നിസ്കരിച്ചു എന്ന് വിചാരിക്കുക. അയാളെ വിശ്വാസം തറാവി എത്ര റക്അത്താണ്? 20. 20 റക്അത്താണ് തറാവീഹ് എന്നാണ് മൂപ്പരെ വിശ്വാസം. പക്ഷെ അന്നൊരു 10 റക്അത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനെന്ത് കിട്ടും? അതിന്റെ കൂലി കിട്ടും. ആ 10ന്റെ കൂലി കിട്ടും. ഒരാൾ ആകെ തറാവീഹ് 8 ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അയാൾക്ക് അതിനെന്തില്ല, പിന്നെ അതിന് കൂലിയില്ല. മനസ്സിലായോ? എന്നിട്ട് 8 നിസ്കരിച്ചാൽ അയാൾ നിസ്കാരത്തിന്റെ എണ്ണത്തിൽ, റക്അത്തിന്റെ എണ്ണത്തിൽ പോലും അയാൾ വലിയ ഒരു തിരിമറി ചെയ്തു. അതുകൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കൂല. പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഉള്ളത് നല്ല മട്ടത്തിലും റാഹത്തിലും എന്ത് ചെയ്യാ? നിസ്കരിക്കാൻ നോക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതാണ് ശഹറുൻ ജഅലല്ലാഹു ഖിയാമഹു സിയാമഹു ഫരീള വഖിയാമ ലൈലിഹി തതവ്വുആ. ഈ മാസത്തിൽ നോമ്പ് അല്ലാഹു പ്രത്യേകമായി നിർബന്ധമാക്കി, രാത്രിയിലുള്ള നിസ്കാരം സുന്നത്തുമാക്കി. പിന്നെ ഈ മാസത്തിന്റെ പ്രത്യേകത, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ വമൻ അദ്ദാ ഫീഹി ഫരീള കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ. നിങ്ങൾ ഈ മാസത്തെ അവഗണിക്കരുതെന്ന് സഹാബിമാരെ ഓർമ്മപ്പെടുത്തുകയാണ് മുഹമ്മദ് മുസ്തഫ. അവഗണിക്കരുത്. കാരണം ഈ മാസത്തിൽ ഒരാള് ഒരു സുന്നത്ത് ചെയ്താൽ മറ്റു മാസങ്ങളിൽ ഒരു ഫർള് ചെയ്ത കൂലിയാണ്. സാധാരണ ഫർളിനാണോ സുന്നത്തിനാണോ കൂലി കൂടുതൽ? ഫർളിനാണ്. അതായത് ഒരു സുന്നത്തും 70 സുന്നത്തും ഒരു ഫർളും സമമാണ് എന്നാണ്. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? 70 സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലിയാണ്. സാധാരണ അങ്ങനെയാണ്. എല്ലാ ഘട്ടങ്ങളിലും കൂലി കൂടുതൽ ഫർളിനാണ്. ഒരു ഘട്ടൊഴികെ. ഒരാള് നമ്മളെ കണ്ടപ്പോ അസ്സലാമു അലൈക്കും പറഞ്ഞു.
പറയൽ സുന്നത്തല്ലേ? നമ്മൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു, സലാം അടക്കലോ ഔ സുന്നത്താ? സലാം അടക്കൽ നിർബന്ധാണ്, ഫർളാണ്. ഇവിടെ ഇനാ കൂലി കൂടുതൽ. ഇവിടെ ഫർളിനല്ല കൂലി, പിന്നെ സുന്നത്തിന്. ഇവിടെ സലാം പറയൽ സുന്നത്താണ്, സലാം മടക്കൽ നിർബന്ധാണ്. ഇവിടെ കൂലി കൂടുതൽ സുന്നത്തിനാണ്. മനസ്സിലായോ? എന്റെ കൂടെ നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടുന്നതിൽ മറ്റൊരാളെ കാണുമ്പോ അങ്ങട്ട് സലാം പറയുകയും സ്വൽസ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നാൽ സാധാരണഗതിയിൽ എവിടെയും കൂലി കൂടുതലൈനാ ഫർളിനാണ്. 4 റമളാനിൽ കേൾക്കണോ, മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ഖൈറായ ഒരു കാര്യം ഒരാളെ റമളാനിൽ ചെയ്തു കഴിഞ്ഞാൽ കാന കമൻ അദ്ദാ ഫരീളതൻ ഫീമാ സിവാ, റമളാൻ അല്ലാത്ത മാസത്തിൽ ഒരു ഫർള് ചെയ്തവനെ പോലെയാ. ഇനി വമൻ അദ്ദാ ഫരീളതൻ ഫീ റമളാൻ, റമളാനിൽ ഒരാൾ ഒരു ഫർള് ചെയ്താലോ കാന കമൻ അദ്ദാ 70 ഫരീളതൻ ഫീമാ സിവാ, റമളാൻ അല്ലാത്ത മാസത്തിൽ 70 ഫർള് ചെയ്തവനെ പോലെയാണ്. റമളാനിൽ ഒരു ഫർള് ചെയ്താൽ റമളാൻ അല്ലാത്ത മാസത്തിൽ. ഇങ്ങനെയൊക്കെ ആയിട്ടും പഠിച്ചവനെ ഫർളുകൾ പോലും നഷ്ടപ്പെട്ടു പോകുന്നവർ ഹതഭാഗ്യർ എന്നല്ലാതെ അവരെ കുറിച്ചു എന്തു പറയാനാ? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നോമ്പുറയൊക്കെ ഉണ്ടാക്കാൻ നല്ല കാര്യമാണ്, പക്ഷെ ആ നോമ്പുറയുടെ പേരിൽ ഒരിക്കലും ഫർളുസ്കാരം എന്താവരുത്, നഷ്ടപ്പെടരുത്. ഫർളുസ്കാരം നഷ്ടപ്പെടുന്ന ഉറപ്പുണ്ടെങ്കിൽ അള്ളാഹ്ന് വിചാരിച്ച അങ്ങനെ നോമ്പുറ ഉണ്ടാക്കണ്ട. ഇതിനാണത്. നോമ്പ് തുറ ഉണ്ടാക്കലൊക്കെ പുണ്യപ്പെട്ട അമലാണ്, അതിന്റെ കൂലിയും ഈ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നോമ്പ് ഈ ഫർളുസ്കാരം ഒഴിവാക്കിയിട്ടുള്ളൊരു നോമ്പ് തുറ വേണ്ട, ശ്രദ്ധിക്കണം. ഏതായാലും വഹുവ ശഹ്റുസ് സബ്രി, ഇത് ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലമോ സ്വർഗവും. ഇത് ക്ഷമയുടെ മാസാണ്, ക്ഷമയുടെ കൂലിയാവട്ടെ സ്വർഗവും. ഈ ക്ഷമ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ചില സ്ഥലത്ത് നമ്മൾ ദേഷ്യപ്പെടാതെ അക്രമങ്ങളൊന്നും കാണിക്കാതെ അടിക്കാതിരിക്കലാണ് എന്ത് ക്ഷമ. എന്തോ ഒരു കാര്യമില്ലാതെ അയൽവാസി ഇങ്ങനെ നൊടിയുന്നുണ്ട്, വല്ലാതെ നമ്മളെ ചീത്ത വിളിച്ചു, ഒരു വേള ശരിക്ക് അങ്ങോട്ട് ചെന്ന് ആക്രമിക്കണം, അതിന് മാത്രം അവരെന്ത് ചെയ്തു പറഞ്ഞുപോയി. ആ സമയത്ത് നമ്മളൊന്നും മിണ്ടിയില്ല, നമ്മൾ കേൾക്കാത്തതുപോലെ ക്ഷമിച്ചിരുന്നു. ഇവിടെ നമ്മൾ അങ്ങോട്ട് ഒന്നും പറയാതിരിക്കലും നമ്മളൊന്നും ചെയ്യാതിരിക്കലുമാണ് ക്ഷമ, അല്ലേ? 10-11 വയസ്സായ മകനോട് അല്ലെ മകളോട് നീ നിസ്കരിച്ചോന്ന് ചോദിച്ചു, ളുഹർ നിസ്കരിച്ചോന്ന് ചോദിച്ചു. അവൻ അവിടെ വെറുതെ മൊബൈലും തോണ്ടിരിക്കായിരുന്നു. ഇല്ല, ഞാൻ നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പ കേൾക്കുന്നുണ്ട് അസ്ർ ബാങ്ക് കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്തിട്ടില്ല? നിസ്കരിച്ചിട്ടില്ല. അപ്പ ദേഷ്യം പിടിച്ചു, ഒരു വടി എടുത്തിട്ട് അരക്കത്തായ നല്ലോണം 3-4 എണ്ണാണ്ട് അടിച്ചു. മക്കളെ അടിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇഷ്ടണ്ടാവോ? നമ്മൾ അടിച്ചിട്ട് മക്കൾ ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ മനസ്സിനൊരു പെടക്കലുണ്ടാവില്ലേ? പക്ഷെ ഇവിടെ ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിക്കലാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ക്ഷമ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കലാണ്, അടിക്കലാണ്. നേരത്തെ പറഞ്ഞു കൊടുത്ത ക്ഷമ എന്ന് പറഞ്ഞാൽ അടിക്കാതിരിക്കലും ഒന്നും പറയാതിരിക്കലുമാണ്. അപ്പൊ ക്ഷമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കണം. ഇപ്പോ അസ്സബ്റു അലാ സലാസത്തി അൻവാഅ്, ക്ഷമ എന്നത് 3 വിധമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1 സബ്റുൻ അലാ ത്വാഅ, ഇബാദത്തിന്റെ മേൽ ക്ഷമിക്കലാകുന്നു. അപ്പോ
തറാവീഹൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണത്തിൽ വന്ന് കിടന്നു. പിന്നെയും ഒരു 3:30-4 മണിക്ക് എന്ത് ചെയ്യാണ്? എഴുന്നേൽക്കാൻ. അത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നു. ചിലപ്പോ നല്ല തണുപ്പും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്തായിട്ട് എഴുന്നേൽക്കണമെങ്കിൽ അതൊരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കി അതിന്റെ മേൽ ക്ഷമിക്കാൻ കഴിയണം. അപ്പൊ ഇബാദത്തിന്റെ മേലിലുള്ള ക്ഷമ. എന്നിട്ട് സുബ്ഹിക്ക് പള്ളിയിലേക്ക് പോയി ജമാഅത്തായിട്ട് നിസ്കരിക്കാണ്. വേഗം വീട്ടിൽ നിന്ന് 2 റക്അത്ത് കുത്തി മറിഞ്ഞ് കിടക്കാനാണ് തടിയുടെ താല്പര്യം. പക്ഷെ ആ താല്പര്യത്തിന് വഴങ്ങൂല. ക്ഷമയാണ്. പള്ളിയിൽ പോയി നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വേഗം വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങാനാണ് പൂതി. പക്ഷെ റമളാനാണ്. അരമണിക്കൂറെങ്കിലും ഖുർആൻ ഓതാതെ പോയാൽ ശരിയല്ല. ഖുർആൻ എടുത്ത് ഒരു ജുസ് സുഖമായിട്ട് ഓതി തീർത്തു. ഇതൊക്കെ ക്ഷമയാണ്. അതാണ് ക്ഷമയുടെ മാസമാണ്. സാധാരണ രാവിലെ ഒരു ചായ കിട്ടണം, അല്ലെങ്കിൽ ഒരു പന്തിപ്പാണ്. നല്ല പൂതിണ്ട്, ആരും അറിയൂല. പക്ഷേ അള്ളാനെ ഓർത്തിട്ട് ആ താല്പര്യമായിട്ട് വെടിഞ്ഞു. അതന്നെയാണ് ക്ഷമ. നാശ്ത കുറച്ചാണ്ട് വൈകിയാലേ ആളെ സ്വഭാവം പെട്ടെന്ന് മാറും. സമയം 8 മണിയായി. മൂപ്പർക്ക് 8 മണിക്ക് കറക്റ്റ് നാശ്ത കിട്ടണം. അങ്ങനെ 8 മണി 8:15 ആയപ്പോ അങ്ങനെ ഒരു തരം ഒരു അസ്വസ്ഥത വരുന്നുണ്ട്. പക്ഷേ അള്ളാനെ ഓർത്തു, തടിയുടെ താല്പര്യത്തെ ഒഴിവാക്കി. ഉച്ചായപ്പോ പിന്നെ പറയും വേണ്ട. എല്ലാ ദിവസം വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു പഠിച്ചോനെ. വെള്ളം കുടിക്കാനുള്ള പൂതി എത്രയെന്നറിയോ? പക്ഷെ ആ പൂതിയെ ആർക്ക് വേണ്ടി മാറ്റിച്ചു? വാക്ക് വേണ്ടി. അതാണ് ക്ഷമയുടെ മാസമാണ്. ക്ഷമയോ അതിന്റെ പ്രതിഫലം സ്വർഗവും. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോ അതിൽ കൂടി നമ്മളും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നൊരു ശൈലിയാണ്. 4 ആള് പൊതുവെ ഒരു അവസ്ഥ ഇപ്പൊ എന്താ? സുബ്ഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ച് പിന്നെ ഒരു കാലിച്ചായ കുടിക്കാൻ അടുത്തുള്ള കുംട്ടിയിലേക്കല്ലേ ചായക്കടയിലേക്ക് പോയാൽ ആ നിസ്കാരം അവിടുന്ന് ഓതിയ ഖുർആനും ആർക്കെങ്കിലും കൊടുത്തിട്ടേ പോരുള്ളൂ. അള്ളാഹു കാക്കട്ടെ. ചങ്ങായിന്റെ അക്കൗണ്ടിലൊന്നും മൂപ്പര് നല്ല മനുഷ്യന് 5 നേരം പള്ളിയിലുണ്ടാവുന്ന നാട്ടുകാർക്കൊക്കെ പറയാം. എല്ലാരും കഥയല്ലോ. എന്നാൽ വലിയൊരു വിഭാഗം കാരണം ആ കടയിൽ ചെന്ന് പത്രം നിർത്ത്. അപ്പൊ അവിടെ ആരെ കുറിച്ച് എന്തോന്ന് പറഞ്ഞ് അതിൽ കൂടി പറഞ്ഞ് ചുരുക്കി പറയാ ആ നിസ്കാരം ആർക്കും കൊടുക്കും. ളുഹറിനും പോയി വരുമ്പോ 2 വർത്താനം പറഞ്ഞ് അതും ആർക്കും കൊടുത്തിട്ടേ പോരുള്ളൂ. അസറിന് പിന്നെ എന്തായാലും ചായ കുടിക്കാൻ അങ്ങാടിയൊക്കെ ഒന്ന് പോണല്ലോ, കുറച്ചു നേരം ഇരുന്ന് വർത്താനം പറയണല്ലോ, അതും ആർക്കും കൊടുത്തേ പോരുള്ളൂ. ഇങ്ങനെ ലാസ്റ്റ് പരിശോധിച്ചാൽ മിക്കവാറും ഇത് വട്ടപ്പൂജയ്ക്കാരം. നമ്മളെ പരിധിയിലൊന്നും ഉണ്ടാവില്ല. അള്ളാഹു കാക്കട്ടെ റബ്ബേ, അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കേ. എന്നാൽ റമളാൻ അങ്ങനെ എന്തേ പറയുമ്പോഴത്തേക്ക് നോമ്പാണല്ലോ ഞാൻ അല്ല. ഈ നോമ്പ് നമ്മളെ ശീലിപ്പിക്കുന്നൊരു മാസമാണ്. ഈ നോമ്പിലൂടെ ശീലിച്ച് ആ ശീലം നമ്മൾ തുടരണം. അതായത് നോമ്പിന് ആരെങ്കിലും കുറ്റം പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന നോമ്പ് നോച്ചിട്ട് എന്ന് നമ്മൾ പറയുമല്ലോ. എന്നോടത് പറയണ്ട, ആ നോമ്പുകാരനാണ്. അപ്പൊ ഒരു കാര്യം പറയുമ്പോഴോ ചെയ്യുമ്പോഴോ വേണ്ടാത്തൊന്ന് കാണുമ്പോഴോ വേഗം മനസ്സിലേക്ക് എന്തോർമ്മ വരും? നോമ്പുകാരനാണ്, വെറുതെ നോമ്പ് കഷ്ടപ്പെടുത്തണ്ട, മിണ്ടാതിരിക്കും. എന്നാൽ ഈ സംഗതികളൊക്കെ ഹറാമ് നോമ്പിന് മാത്രമാണോ? കുറ്റം പറയൽ നോമ്പിന് മാത്രം ഹറാമാണോ? ഹറാമ് കാണൽ നോമ്പിന് മാത്രമേ ഹറാമുള്ളൂ? അല്ലല്ലോ. അതുകൊണ്ട് ഇത് പരിശീലനത്തിന്റെ മാസാണ്, ക്ഷമ ശീലിക്കേണ്ട മാസാണ്. ആ നിലക്കന്നെ അതിനെ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ നോമ്പ് അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധാക്കിയത് തന്നെ ലഅല്ലക്കും തത്തഖൂൻ. ഈ 30 ദിവസത്തിലൂടെ, ഒരു മാസത്തിലെ വ്രതത്തിലൂടെ നിങ്ങളെ ശീലിപ്പിക്കാനാണ്, മുത്തഖിയാക്കി മാറ്റാനാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ക്ഷമക്ക് ഭയങ്കര കൂലിയാണ്. എല്ലാത്തിലും വേണം ക്ഷമ. ചില ആളുകൾക്ക് നോമ്പൊക്കെ പോറ്റാൽ ചെറിയൊരു തലവേദന, അസ്വസ്ഥത, ക്ഷീണമൊക്കെ ഉണ്ടാവും.
അപ്പോഴൊക്കെ ക്ഷമിക്കുക. എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ വരുമ്പോഴും പറ്റേ അക്ഷമരാകുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു രോഗം പിടിപെടുമ്പോഴത്തേക്ക് അള്ളാനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുള്ള ആളുകൾ പോലുമുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി തങ്ങൾ കേൾക്കാത്തവരാരും നമ്മളെ കൂട്ടത്തിലില്ലല്ലോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് കാര്യമായൊരു രോഗം ഉണ്ടായിരുന്നു. എന്താ രോഗം എന്നറിയോ? രോഗം അർശസാണ്. ചോരങ്ങനെ പോവും. എന്നിട്ട് ദർസ് എടുക്കുമ്പോ എന്താ ചെയ്യാന്നറിയോ? തുണിയുടെ ഉള്ളിൽ കോളാമ്പി വെക്കും. കോളാമ്പി അറിയില്ലേ? പ്രായമുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഈ കോളാമ്പിയിലേക്ക് രക്തം ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴും. എന്നിട്ട് ഇമാം ഷാഫി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ദുആ ചെയ്യൽ എന്താണെന്നറിയോ? അല്ലാഹുവേ, നിന്റെ പൊരുത്തം ഇതിലാണെങ്കിൽ ഈ രോഗം എനിക്ക് നീ വർദ്ധിപ്പിക്കണം. നിങ്ങൾ കേട്ടോ? നിന്റെ പൊരുത്തം എനിക്ക് ഈ രോഗം ഇങ്ങനെ തരുന്നതിലാണെങ്കിൽ ഈ രോഗം ചെയ്യണം, വർദ്ധിപ്പിക്കണം. ആരാ ഇമാം ഷാഫി തങ്ങൾ? 7ാമത്തെ വയസ്സിൽ വ്യാഖ്യാന സഹിതം ഖുർആൻ മനപ്പാടാക്കിയ ആളാണ്. ആലിം ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ട്. ആഗോള ചക്രവാളം മുഴുവനും ആ പണ്ഡിതൻ ഇൽമ നടക്കുന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട്. കുന്നാ നറ അന്നഹു ഷാഫിയ്യ. ഞങ്ങളൊക്കെ പറയാറുണ്ട് ആ ഹദീസിനെ കുറിച്ച്. ഇമാം ഷാഫി തങ്ങളുടെ കാലഘട്ടക്കാരനായ ഇമാം ദഹബി തങ്ങൾ പറയാണ്, ആ ഹദീസ് ആരെ കുറിച്ചാ? ഷാഫിയെ കുറിച്ച. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമിനെ അർശസുള്ളത് കൊണ്ട് രക്തം ഒലിച്ചിറങ്ങുന്നതും പതിവുണ്ട്. അതു കാരണം തദീരീസിനായിരിക്കുന്നതും കോളാമ്പിയടിയിൽ വച്ചു കൊണ്ടാമിക്കതും രക്തം അതിൽ ഇറ്റിക്കൊണ്ടിരിക്കുന്നതാ. മിസ്ബാഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. റബ്ബേ, പൊരുത്തം നിന്റെ ദിതിലാണെങ്കിലേ ഇതിലധികമായി നീ ഏറ്റണേ നീ എന്നിലേ എന്നും അവർ പ്രാർത്ഥിച്ചതായി കാണുന്നതാ. ഇവയൊക്കെ രോഗികളെപ്പോഴും ഓർക്കേണ്ടതാ. റബ്ബേ, പൊരുത്തം നിന്റെ ദിതിലാണെങ്കിലേ ഇതിലധികമായി നീ ഏറ്റണേ നീ എന്നിലേ എന്നും അവർ പ്രാർത്ഥിച്ചതായി കാണുന്നതാ. ഇവയൊക്കെ രോഗികളെപ്പോഴും ഓർക്കേണ്ടതാ. 2 ക്ലാസ്സിന് വന്ന് ദുആ ചെയ്യുമ്പോഴത്തേക്ക് എന്റെ രോഗം മാറിയില്ല, അപ്പൊ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ വളകൂട്ടത്തിലുണ്ട്. എന്താ ചെയ്യാ? ഈ അച്ഛനമ്പലത്ത് 2 വിദ്യാർത്ഥികൾ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു. നമ്മളെ ക്ലാസ്സിനൊക്കെ വന്നിരുന്ന ഒരു ഉമ്മയുടെ മകനും ആ കൂട്ടത്തിലുണ്ട്. ചെറിയ മക്കളാണ്. എന്നോടൊരിക്കൽ പറഞ്ഞു, പൊന്നാരുസ്താദേ, ആളുകൾ വല്ലാതെ കളിയാക്ക. എന്താ കളിയാക്കിയെന്നറിയോ? നിങ്ങൾ വലിയ പാണക്കാട് തങ്ങന്മാരാളല്ലേ, നിങ്ങൾ വലിയ ഖുർആൻ ക്ലാസിന്റെ ആൾക്കാരല്ലേ, അതൊക്കെ നിങ്ങൾക്ക് വലിയ ജീവനായിരുന്നല്ലോ, ഇപ്പൊ മനസ്സിലായില്ലേ? അതുകൊണ്ടൊന്നൊരു കാര്യം ഇല്ലാന്ന്. കാരണം കാര്യമുണ്ടെങ്കിൽ കുട്ടികൾ അപകടത്തിൽ മരിക്കുമെന്നാവല്ലോ ചോദ്യം. ഖുർആൻ ക്ലാസ് കൊണ്ട് ഇപ്പൊ എന്ത് കിട്ടി? പാണക്കാട് തങ്ങന്മാരാൾക്കാരായിട്ട് ഇപ്പൊ എന്ത് കിട്ടി? കളിയാക്ക. നമ്മൾ ചിന്തിക്കണം, മുത്ത് റസൂലിന് പോലും തന്റെ പ്രിയപ്പെട്ട പൊന്നു മക്കളിൽ 3 ആൺകുട്ടികള്, ആ 3 ആൺകുട്ടികള് മയ്യത്തെടുത്ത് ഖബറിലേക്ക് വെക്കേണ്ടി വന്നിട്ടില്ലേ? അതുകൊണ്ട് റസൂലുള്ള മോശക്കാരനാണ്, അള്ളാന്റെ അടുത്ത് അംഗീകാരമില്ലാത്ത ആളാന്ന് പറയാൻ പറ്റുമോ? എന്ത് പൊട്ടത്തരാ റബ്ബേ ഈ പറയുന്നത്? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനെ തൊട്ട്, ശൈത്താന്റെ ഇടപെടലുകളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. പരീക്ഷണങ്ങൾ വരും. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ, വലിയ പരീക്ഷണം നേരിടേണ്ടി വന്നവർ അംബിയാക്കളാണ്. സുമ്മ സ്വാലിഹൂൻ, പിന്നെ സ്വാലിഹീങ്ങളാണ്.
ഫൽ അംസലു ഫൽ അഫ്സൽ യുബ്തല റജുലു അലാ ഹസ്ബി ദീനിഹി. ഏതൊരാളും ദീനിന്റെ തോതനുസരിച്ച് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമിൽ ബലാ. വലിയ പരീക്ഷണങ്ങൾ വലിയ കൂലി ലഭിക്കുമ്പോഴാണ്, വലിയ കൂലി നിങ്ങൾക്ക് ലഭിക്കാനാണ് വലിയ പരീക്ഷണങ്ങൾ എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാത്തിലും സബർ വേണം. ഞാൻ നോമ്പ് വെച്ചിട്ടും എന്താ അള്ളാഹ് ഇങ്ങനെ എന്നെ ഇടങ്ങാറാക്കണത്? നേരത്തിന് നിസ്കരിച്ചിട്ടും എന്താ എന്റെ രോഗം മാറാത്തത്? എല്ലാ മജ്ലിസിലും പങ്കെടുത്തിട്ടും രോഗം ഇടക്കിടക്ക് കൂടുകയാണല്ലോ. എന്താണെന്നറിയോ? ചില ദറജകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അമല് കൊണ്ട് ആ ദറജ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയൂല. പിന്നെയോ അത് പരീക്ഷണം കൊണ്ടേ എത്തിപ്പിടിക്കാൻ കഴിയൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഓർക്കേണ്ടതാണ്. അല്ലാഹുവേ നീ കബൂലാക്കണേ റബ്ബേ. അതുകൊണ്ട് ചിന്തിക്കണം, റമളാൻ എന്നത് വഹുവ ശഹ്റുസ് സബ്രി, അത് ക്ഷമയുടെ മാസമാണ്. വസ്സബ്റു സവാബുൽ ജന്ന, എല്ലാ അർത്ഥത്തിലുമുള്ള ക്ഷമ വേണം, അതിന്റെ പ്രതിഫലം സ്വർഗം തന്നെയാ. വഹുവ ശഹ്റുൽ മുസാവാത്ത്, ഇത് മനുഷ്യനെ തിരിച്ചറിയേണ്ട മാസമാണ്. വശഹ്റു യുദാദു ഫീ റിസ്ഖിൽ മുഅ്മിനി ഫീ, മുഅ്മിനായ മനുഷ്യന്റെ ഭക്ഷണത്തിൽ വലിയ ബറക്കത്തുണ്ടാകുന്ന മാസമാണ് റമളാൻ. ഒന്നും കയ്യിലില്ലാത്തവനും റമളാനാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയി നോമ്പറയും കാര്യമൊക്കെ ഉഷാറാവും. അത് അള്ളാഹു കണ്ട് തുറന്നു കൊടുക്കും. പടച്ചോനെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരാൾ ആ റമളാനിൽ ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ ദോഷങ്ങൾ പൊറുക്കപ്പെടാനും നരകത്തിൽ നിന്ന് മോചനം കിട്ടാനും അതേ കൂലി ഈ തുറപ്പിച്ചവന് കിട്ടാനും കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരമാവധിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാത്തിലും അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യമാക്കി ആ റമളാൻ നമുക്ക് ഉപയോഗപ്പെടുത്തണം ഇൻഷാ അള്ളാഹ്.